360-370 റുപ്യ ഒരു കോഫി കുടിച്ചതിന്. ഒരു വെള്ളം വാങ്ങിയതിന് 63. ഞാൻ ഓടി കഴിച്ചില്ല. മുഫി ഇവിടെ നിന്നോട്ടെ. ഇവിടെ നമ്മളെ വിയറ്റ്നാം മാതിരി ഒന്നല്ല, ഇവിടെയൊക്കെ സിസ്റ്റമാറ്റിക്കാണ്. നമ്മൾ യൂറോപ്പ് മാതിരിയൊക്കെ തന്നെ ഫുൾ സിസ്റ്റമാണ് ഹോങ്കോങ് ഒക്കെ പോലെ. ഇവിടുത്തെ വോൺ എന്നാണ് കേട്ടോ, കറൻസിൻ്റെ പേര് വോണാണ്. 50,000 കറൻസി ഇതാണ് ഏറ്റവും വലിയ കറൻസി. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇവിടെ ഫാക്ടറികൾ, ലേബർ ക്യാമ്പ്, വിദേശികളാണ് അധികം ഉള്ളത്. മഞ്ഞുകാലം ആയതുകൊണ്ടാട്ടോ ഈ ഡ്രൈ മാതിരി തോന്നുന്നത്. മറ്റേത് പച്ച സ്റ്റൈലാണ് ഉണ്ടാവുക, അറിയാലോ നമുക്ക്, പച്ച ഇലകളൊക്കെ ഉണ്ടാവും. അപ്പം ഇതാണ് അവസ്ഥ കൊറിയൻ്റെ. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾ കണ്ടില്ല, ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടോ, അടിപൊളി ഭംഗിയാണ്. ഹായ്, നമസ്കാരം. എന്താ വിശേഷം? സുഖല്ലേ മുഫി? എവിടെയാണ് എന്നെ കാണാനില്ല കേട്ടോ. ഈ അന്ന് വിയറ്റ്നാം കഴിഞ്ഞ് പിന്നെ എന്നെ കാണുന്നില്ല. അന്ന് കൊറിയയിൽ പോകുന്ന സമയത്ത് വിയറ്റ്നാം വഴി വന്നപ്പോഴാണ് എൻ്റെ കൂടെ അന്നത്തെ വീഡിയോയിലൊക്കെ വന്ന് കേട്ടോ. ഇപ്പോൾ കൊറിയയിൽ നിന്ന് ഇപ്രാവശ്യം പോകുന്ന സമയത്ത് ഇതിലൂടെ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ വന്ന് നമ്മൾ 2-3 ദിവസം ഇവിടെ നിന്ന് നമ്മൾ രണ്ടാളും കൂടി കൊറിയയിലേക്ക് പോവുക. കൊറിയക്കാരനാണ്. ഐഡിയ ഒക്കെ കണ്ടെങ്കിൽ, കൊറിയൻ ഐഡിയ ഒക്കെ കണ്ടെങ്കിൽ ഭയങ്കര കൊറിയക്കാരനാണ്. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ, നമ്മൾ സൗത്ത് കൊറിയയിലേക്കുള്ള യാത്രയിലാണ്. അപ്പം ഇനിയുള്ള കുറച്ച് ദിവസം എൻ്റെ കൂടെ മുഫി ഉണ്ടാവും. നമ്മൾ കൊറിയയിൽ മുഫി എന്നെ വെൽക്കം ചെയ്ത് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ കൊറിയ ഫുള്ള് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് എന്നോട് പറഞ്ഞു. നിങ്ങൾ വന്നോളി, ധൈര്യസമേതം നിങ്ങൾ ആൾക്കാർക്ക് ഫുള്ള് കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ സൗത്ത് കൊറിയൻ്റെ നമ്മൾ എയർപോർട്ടിലെത്തിച്ചോ. എയർപോർട്ടിൽ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിലുള്ളത്. ഫ്ലൈറ്റിലേക്ക് പോകുമ്പോൾ എടുക്കാം. ഹനോയിൽ നിന്നും ഇഞ്ചോണിലേക്ക്. ഇഞ്ചോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിൻ്റെ എയർപോർട്ട്. അപ്പോൾ നമ്മളെ സൗത്ത് കൊറിയ സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ 74 രാജ്യം കഴിഞ്ഞു. ഇത് 75ാമത്തെ രാജ്യം കേട്ടോ. 75ാമത്തെ രാജ്യമായ ഞാൻ ഇതുവരെ പല സ്ഥലത്ത് യാത്ര ചെയ്തിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ മുഫിയുള്ളത് കൊണ്ടാണ് ഒന്ന് ഇങ്ങനെ തിരിഞ്ഞ് അതിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ കൊറിയ വഴി കാനഡ, US ഒക്കെ ഉണ്ട് ഈ പ്രാവശ്യത്തെ ട്രിപ്പ്. അങ്ങനെ നമ്മൾ സൗത്ത് കൊറിയൻ്റെ ട്രിപ്പിലേക്ക് മുഫി എല്ലാവർക്കും അല്ലേ, ഭയങ്കര അവിടെ സ്നോ ആണെന്നല്ലേ പറഞ്ഞ്, എല്ലാവർക്കും അടിപൊളി കാഴ്ചകളും അതിലെ മുഫി ഉണ്ടാവില്ലേ, കാഴ്ച ഉണ്ടാവില്ലേ, അടിപൊളി കാഴ്ചകളും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാമായിട്ട് കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. നമ്മളെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഫി, കൊറിയൻ എയർലൈൻസിൽ ഞാൻ ആദ്യമായിട്ടാട്ടോ, ഫസ്റ്റ് ആണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയുണ്ട് അതിൻ്റെ ഫ്ലൈറ്റിൻ്റെ അകത്തേക്കുള്ളത് നോക്കിയാലോ. ഈ ഫസ്റ്റാ അല്ലല്ലോ, ഈ സെക്കൻഡ്. ഈ കൊറിയൻ എയർലൈൻസ് പൊതുവേ വലിയ സർവീസ് ഒന്നും ഇല്ലല്ലോ അങ്ങോട്ടേക്കല്ലാത്ത. കൊറിയൻ എയർലൈൻസ് മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ കുറവ്, അതാ ഞാൻ പറഞ്ഞത്. US അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ സ്കാനിങ് ഉണ്ട് കേട്ടോ. ഓക്കെ, ദിസ് ലൈൻ ഓർ അതർ. അങ്ങനെ സുഹൃത്തുക്കളെ, എൻ്റെ 75ാമത്തെ രാജ്യം. ഞാൻ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞു, ലഗേജിൻ്റെ അടുത്തായിട്ടുള്ളത്. അപ്പോൾ കുഴപ്പമില്ല, നല്ല ഒരു എന്താ പറയുക, നല്ലൊരു എയർപോർട്ടാണ്. വലിയ ഹെവി ഒന്നുമല്ല ചൈന പോലെ, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാട്ടോ. പിന്നെ മൂഫി ബാക്കിൽ വരുന്നേ ഉള്ളൂ, ഓന് റെസിഡൻറ്റിൻ്റെ ലൈനിലോ അങ്ങനെ എന്താ തോന്നുന്നു. അപ്പോൾ കുറച്ച് എൻക്വയറീസൊക്കെ ഉണ്ട്, അത് സ്വാഭാവികമാണ്. നമ്മൾ വിസ ഇല്ലാതെ വരുന്നതല്ലേ. അമേരിക്കൻ വിസ വെച്ച് നമ്മൾ ഓൺ അറൈവലിൽ ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് നമ്മളതായ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ലഗേജ് എടുക്കാൻ വരും കേട്ടോ. അപ്പം നമ്മളെ 75ാമത്തെ രാജ്യമായ കൊറിയയിലെ സൗത്ത് കൊറിയയിലെ വിശേഷങ്ങളാണ് ഇനി വരുന്ന ഒരാഴ്ച കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്താ പറയുക, കമൻറ്റൊക്കെ ചെയ്യട്ടോ. സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിലേ നമുക്ക് ഇനി അടുത്തടുത്ത രാജ്യങ്ങളുള്ളൂ. ഇനിയിപ്പോൾ US, കാനഡ ഒക്കെ പോകാൻ നിൽക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കാണാനും അതൊക്കെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് എന്തെങ്കിലും ഒരു ഇത് കിട്ടണമെങ്കിൽ നിങ്ങളൊക്കെ സപ്പോർട്ടും കമൻറ്റൊക്കെ വരണം. അപ്പോൾ നമുക്ക് ഉഷാറാക്കണം, എല്ലാ സ്ഥലങ്ങളും കാണാം കേട്ടോ. അങ്ങനെ മുഫി, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയില്ലേ, ഉഷാറന്നല്ലേ? ഒരു പ്രത്യേക ലുക്കിലാണ് കേട്ടോ സ്ക്രീനൊക്കെ അവിടുത്തെ കണ്ടെങ്കിൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു സ്ക്രീൻ ഡിസൈനാണ്, നല്ല ഡെക്കറേഷനാണ് കേട്ടോ, ലൈറ്റിൻ്റെ ഒക്കെ. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ളൊരു എയർപോർട്ടാണ്. അപ്പോൾ നമ്മൾ ഡോളർ മാറി ബസ്സൊക്കെ ഒന്ന് ബുക്ക് ചെയ്ത് ഒരു എൻ്റെ സ്ഥലത്തേക്ക് ബസ്സിന് പോകാനുള്ള ബുക്കിങ്, അങ്ങനത്തെ കുറച്ച് പണികളാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേത്തെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ കുറച്ച് കറൻസി
എക്സ്ചേഞ്ച് ചെയ്തിട്ടോ. കറൻസി എക്സ്ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ ഇട്ടത്? കറൻസി ഒന്ന് കാണിക്കുമോനെ. ഇവിടുത്തെ ഏറ്റവും വലിയ കറൻസി 50,000. ഇവിടുത്തെ വോൺ എന്നാണ് കേട്ടോ. കറൻസിൻ്റെ പേര് വോണാണ്. 50,000 കറൻസി ഇതാണ് ഏറ്റവും വലിയ കറൻസി. പിന്നെ 10,000 ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ കോയിൻ നോട്ട്, കോയിൻ എത്ര ഉണ്ട്? 100 ഉണ്ട്, 1000 ഒക്കെ ഉണ്ട് കേട്ടോ. അല്ല 1000 ഇല്ലേ? 1000 നോട്ട്. 500 100 ഒക്കെ കറൻസി കേട്ടോ. അപ്പോൾ ഇന്ത്യൻ്റെ 15-16 റുപ്യ. ഇന്ത്യൻ്റെ 1 രൂപക്ക് ഇവിടെ 15-16 റുപ്യ കേട്ടോ. ഇന്ത്യനെക്കാട്ടി മൂല്യം കുറവാണ് കറൻസിക്ക്. അതങ്ങനെയാണ് ഇവരെ സിസ്റ്റം ഉണ്ടാക്കി വെച്ചത്. ജപ്പാനിനെ പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ്റെ ഒരു 15-16 റുപ്യ 1 രൂപക്ക് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് കറൻസിയൊക്കെ മാറി നമ്മൾ ബസ് ബുക്ക് ചെയ്യാൻ പോകും. ഇവിടെ നമ്മളെ വിയറ്റ്നാം മാതിരി ഒന്നല്ല, ഇവിടെയൊക്കെ സിസ്റ്റമാറ്റിക്കാണ്. നമ്മൾ യൂറോപ്പ് മാതിരിയൊക്കെ തന്നെ ഫുൾ സിസ്റ്റമാണ്. ഹോങ്കോങ് ഒക്കെ പോലെ നേരെ വരുന്നു, ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കുന്നു, ലഗേജ് കയറ്റി ഇറങ്ങാൻ പോവാണ്. വന്ന് ഇറങ്ങി ഓടുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്. ഇവിടെ -3 ഒക്കെയാണ്. ഇവിടെ -3 മൈനസിലാണ് ഇപ്പോൾ ഓടുന്നത്. എത്രയാണെന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയട്ടോ. മൈനസിലാണ് നമ്മളെ കൊറിയൻ യാത്ര. തണുത്ത് കുറച്ചിട്ടാണ് നമുക്ക് പോകാനുള്ള ബസ് കേട്ടോ. ഇതുപോലെ കണ്ടോ ബസ്സുകൾ കണ്ടങ്ങൾ, ദൂര അടിപൊളി ബസ്സുകൾ. ഇവിടെ നിന്നുള്ള സർവീസിൻ്റെ ബസ്സുകളാണ്, ട്രാക്കുകളാണ്. ബസ്സിന് ട്രെയിനിന് ഒക്കെ അടിപൊളി സർവീസാണ് കേട്ടോ. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. 4-5 മണിക്കൂർ വേണം. ഇവിടുത്തെ 45,600 നമ്മൾ കൊടുത്തത് പോൺ. അതായത് നാട്ടിലത്തെ 6424. അപ്പം ഏകദേശം നാട്ടിലത്തെ 2500-2600 റുപ്യ കേട്ടോ ഒരു ബസ് യാത്രക്ക്. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവാണ്. എന്നാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ. ഇങ്ങനെ കേട്ടോ ടിക്കറ്റ് 43,900. അങ്ങനെ നമ്മൾ ബസ്സിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഈ വെള്ളത്തിന് നാട്ടിലത്തെ 63 റുപ്യ അല്ലേ? ഈ വെള്ളത്തിന് നാട്ടിലത്തെ 63 വില. നാട്ടിൽ 10 ഇല്ല ഇതിന്. അത് കൂടിയ 10. പിന്നെ കോഫിക്ക് എത്രയായത്? ഇവിടുത്തെ പൈസ എത്ര? 12,000. അപ്പോൾ 12,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 660 അല്ലേ? അല്ല 720. അപ്പോൾ ഒന്നിന് 350 അല്ലേ? 360-370 റുപ്യ ഒരു കോഫി കുടിച്ചതിന്. ഒരു വെള്ളം വാങ്ങിയതിന് 63. ഞാൻ ഓടി കഴിച്ചില്ലാവുമ്പോൾ മുഫി ഇവിടെ നിന്നോട്ടെ. ഹോങ്കോങ്ങിന് പോലും ഇത്ര ചിലവ് ഇതില്ല കേട്ടോ, ഇത്രയില്ല. ഇനി ഓരോരോ കഥകളൊക്കെ പറഞ്ഞു തരാം. വിയറ്റ്നാം സ്വർഗ്ഗമായി മാറും. നോക്കാം നമുക്ക്. അപ്പം നമ്മൾ ബസ്സിലാട്ടോ. ഓക്കെ. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ആ സമയത്ത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ എത്തിയപ്പം ഭയങ്കര ജോങ്ജി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ജോങ്ജി അതായത് നമ്മൾ ഇറങ്ങിയ സ്ഥലം നിന്നിട്ട് നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലത്ത് ജപ്പാൻ്റെ സൈഡിലേക്ക് വരുന്ന കടലിൻ്റെ സൈഡിലേക്ക് കൊറിയയിൽ ക്രോസ് ചെയ്യുക. ശരിക്കും അവിടെ നിന്നിട്ട് നമ്മൾ സോളിൻ്റെ ആ ഭാഗത്ത് നിന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, മറ്റേ ചൈനൻ്റെ കടലിൻ്റെ ഭാഗത്താണ്. ഇത് ജപ്പാൻ ഭാഗത്തേക്ക് നമ്മൾ ബസ്സിൽ പോക്കിയത്. 4 മണിക്കൂറിൻ്റെ 5 മണിക്കൂർ കൊണ്ട് ഏകദേശം ഇവിടെ എത്തിയിട്ടോ. നമ്മൾ ആ സൈഡിലെ ഭാഗത്താണ് വരുന്നത്. ഇവിടെ എത്തുമ്പം വീണ്ടും തണുപ്പ് വന്നു. അത്യാവശ്യം തെറ്റില്ലാത്ത തണുപ്പുണ്ട് കേട്ടോ. അപ്പം ഇതാണ് അവസ്ഥ കൊറിയൻ്റെ. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾ കണ്ടില്ല, ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടോ, അടിപൊളി ഭംഗിയാണ്. സ്ഥലങ്ങളൊക്കെ ഓക്കെയാണ്. എല്ലാവരും തണുത്ത് വിറച്ച് ഇങ്ങനെ സൈഡായി നിൽക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. ഓക്കെ. അപ്പം നല്ല വൃത്തിയുള്ള ഭാഗങ്ങളാട്ടോ. സിറ്റി നല്ല ഡെവലപ്ഡ് ആണ്, ഓരോരോ ഉൾഗ്രാമങ്ങൾ വരെ. ഇവിടെ നിന്ന് നമുക്കൊരു ബസ്സിനും കൂടി പോകാണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഒന്നും കൂടി ഒരു ബസ്സിനും കൂടി പോകാണ്ട്. അതാണ് അടുത്ത യാത്ര. പിന്നെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ, ഇത് മഞ്ഞുകാലം ആയതുകൊണ്ടാട്ടോ ഈ ഡ്രൈ മാതിരി തോന്നുന്നത്. മറ്റേത് പച്ച സ്റ്റൈലാണ് അറിയാലോ നിങ്ങൾക്ക്, പച്ച ഇലകളൊക്കെ ഉണ്ടാവും. മൊഹുവ മൊയ്ത്ര. മൊഹുവ മൊയ്ത്രനെ കേട്ടിട്ടുണ്ടോ? ബംഗാൾ അടിപൊളി MP ആണ് മൊഹുവ മൊയ്ത്ര. അപ്പം മൊഹുവ സ്റ്റേഷനിലേക്കാണ് കേട്ടോ നമുക്ക് പോകാനുള്ളത്. മൊഹുവ സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ സിറ്റി ബസ്സിൽ കയറി കേട്ടോ. നമ്മളെ മുഫീൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി സിറ്റി ബസ്സിൽ.
ഒരു 3/4 മണിക്കൂറുള്ളൂ ഇവിടെ നിന്നില്ല, 1 മണിക്കൂറാണ്. അങ്ങനെ നമ്മൾ മഹുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലേ, മഹുവ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാട്ടോ, ചൂട് വെയിലുണ്ടെങ്കിലും ഭയങ്കര തണുപ്പാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇവിടെ ഫാക്ടറികൾ, ലേബർ ക്യാമ്പ്, വിദേശികളാണ് അധികം ഉള്ളത്. പിന്നെ കാറിൻ്റെ ഇൻറ്റീരിയർ ഐറ്റംസ് ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരുപാട് ഫാക്ടറീസ് ആട്ടോ ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. മെയിൻ റോഡ് ഭാഗം ഫാക്ടറീൻ്റെ തന്നെ അവിടുത്തെ മെയിൻ റോഡിലേക്ക് കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഉൽസാൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ബൂസാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, സെക്കൻഡ് സിറ്റിയാണ്, കൊറിയൻ്റെ 2ാമത്തെ വലിയ സിറ്റിയാണ്. അതിലൂടെ എങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റലിലേക്ക് എത്തുക. അപ്പോൾ നല്ലൊരു വ്യൂ ഉള്ള യാത്രയായിരിക്കും. കണ്ടില്ല, ഇതേപോലെയാണ് മെയിൻ റോഡുകൾ കേട്ടോ, സിഗ്നൽ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ഉൾഭാഗത്താട്ടോ, മെയിൻ സിറ്റി ഭാഗമല്ല, ഉൾഭാഗത്തെ ഹൈവേ ആണ്. ഇതൊരു ഹൈവേ ആണ് ശരിക്കും. ഇതാണ് ബസ് സ്റ്റോപ്പ്, സ്മാർട്ട് ബസ് സ്റ്റോപ്പ്. ഇങ്ങനെയാണ് എല്ലാ സ്ഥലത്തും ബസ് സ്റ്റോപ്പ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും, മെയിൻ സ്ഥലങ്ങളിലൊക്കെ അതേപോലെ ബസ്സുകൾ ഉണ്ടാവും പുറപ്പെടുന്നതായിട്ട്. നമ്മൾ മഹുവ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ പോകുന്നത് ഉൽസാനിലേക്ക് കേട്ടോ. ഉൽസാനിൽ നിന്നും പിന്നെ അടുത്ത സ്ഥലം ഏത് നമ്മൾ പറഞ്ഞത്, ബൂസാനിലേക്കാണ് പോവുക. അപ്പോൾ ഉൽസാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 1.5 മണിക്കൂർ യാത്രയുള്ള ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് എത്തും. ഈ ബസ് സ്റ്റോപ്പിലാണ് ബസ് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മൾ പോകാനുള്ളത്. ഇതൊക്കെ ഉൾഗ്രാമമാട്ടോ, ശരിക്കും കൊറിയൻ്റെ ഉൾഭാഗങ്ങളാണ്. ഹൈവേ ഉണ്ടാവും, ഹൈവേ ആയിട്ട് അനുബന്ധിച്ചിട്ട് ചെറിയൊരു ബസ് സ്റ്റാൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ചെറിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഫാക്ടറി സ്ഥലങ്ങളാണ്, ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അധികം ഇവിടെ താമസവും ഇവിടെ ജീവിതം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഉത്സവം ബസ് കയറിയില്ലേ, ഉത്സവത്തിലേക്കുള്ള ബസ് കയറി. കൂടുതൽ ശബ്ദത്തിൽ സംസാരിക്കാൻ പറ്റില്ല പബ്ലിക് ട്രാൻസ്പോർട്ടിൽ. ഇതാണ് ബസ്, ഫുള്ള് സെറ്റപ്പാണ്, പാട്ട്, TV എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ 1 മണിക്കൂർ നേരത്തെ ഒരു ഉത്സാനിലേക്കുള്ള ഉത്സാഹ യാത്രയാണ്. അങ്ങനെ നമ്മൾ ഉൽസാൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ. വലിയ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളെ ബുള്ളറ്റ് ട്രെയിൻ അല്ല, പക്ഷേ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സ്ഥലമാണ് നമ്മൾ ബൂസാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഒരൊറ്റ മിനിറ്റേ ഉള്ളൂ കേട്ടോ ഇവിടെ നിർത്തിയല്ലേ, വണ്ടി എടുത്ത് വണ്ടിയിൽ ഞങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബൂസാനിലെത്തി. ഒരു 28-30 മിനിറ്റ് കൊണ്ട് അടിച്ച് കസർത്തി പറന്ന് വന്ന് കൊലകൊമ്പൻ. അങ്ങനെ നമ്മൾ മെക്ഡൊണാൾഡ്സിലെത്തി ഓർഡർ ചെയ്തിട്ടോ. ഫുഡൊക്കെ നോക്കി ഓർഡർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. നല്ല വലിയൊരു പെപ്സിൻ്റെ ഉണ്ട്, നല്ലൊരു ബർഗർ ഉണ്ട്. അപ്പോൾ മുഫി അവിടെ നമ്മൾ റൂം എടുത്തു. നല്ല തണുപ്പാണ്. അങ്ങനെ നമ്മൾ ബൂസാനിലെത്തിയിരിക്കുകയാണ്. ബൂസാനിൽ വരെ സിറ്റി ഹാൾ മെയിൻ സിറ്റിയിലാണ്. നാളെ മുതലാണ് ബൂസാനിലെ കാഴ്ചകളുമായിട്ട് നമ്മളുണ്ടാവും. റൂമിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മുഫിക്ക് എന്താ പറയാനുള്ളത്? നല്ല തണുപ്പായതുകൊണ്ട് യാത്ര ലേശം ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. നാളെ ഞങ്ങൾക്ക് അതൊന്നും ഇല്ലാത്ത രീതിയിലുള്ള അടിപൊളി കാഴ്ചകളുമായിട്ട് മുഫി നമ്മളെ കൂടെ ഉണ്ടാവും. അതുവരേക്കും നമ്മളെ ബൂസാനിൽ നിന്നും, കൊറിയൻ്റെ ബൂസാനിൽ നിന്നുള്ള എപ്പിസോഡ്, ബൂസാൻ വരെ എത്തിയ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ബായ്.